രാജേട്ടാ, എങ്ങനെയാണ് മരുഭൂമിയിലെ ആന എന്നൊരു ആശയം ഉണ്ടാകുന്നത്? ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലം, ഈ ഒരു കഥാ രീതികൾ, അതുപോലെ തന്നെ ആക്ടേഴ്സ്, എങ്ങനെയാണ് രാജേട്ടനിലേക്ക് ഈ സിനിമ എത്തുന്നത്? ഇത് എൻ്റെ അടുത്ത് വരുന്ന ഒരു സബ്ജക്റ്റായിട്ട് തന്നെയാണ്. ഡേവിഡ് കാച്ചപ്പള്ളി സാറ് ശരത്ചന്ദ്രൻ വയനാടിൻ്റെ ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു ഗൾഫിൽ നിന്നും വരുന്ന നാട്ടിലേക്ക് വരുന്ന ഒരു അറബി എന്നൊരു കോൺസെപ്റ്റ് വന്നു. അപ്പം അതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ അതിലേക്ക് കടന്നപ്പോഴാണ് ഈ ഒരു കഥ ഓൾമോസ്റ്റ് കുറേ ഉണ്ടായതിനു ശേഷമാണ് ഈ ടൈറ്റിൽ തന്നെ വരുന്നത്. മരുഭൂമിയിലെ ആന എന്ന് പറഞ്ഞൊരു ടൈറ്റില് വരുന്നതും ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഗൾഫിൽ ജോലി ചെയ്യുന്നൊരു മലയാളികളുടെ കഥ അറിയാം. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ അയൽവക്കത്തുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവിടെ അധ്വാനിക്കുന്ന, അവിടെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, അവിടുത്തെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന മലയാളികളുടെ കഥ അറിയാം. അവിടെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയവരുടെ കഥ അറിയാം. എന്നാൽ അവരുടെ അധ്വാനത്തിൽ കൂടെ നിന്ന് അവന് നമ്മുടെ നാട്ടിലെ മലയാളിക്ക് സമ്പത്തുണ്ടാക്കി കൊടുത്ത അറബിയുടെ കഥ എത്രത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അറിയാം. അങ്ങനൊരു അറബി അവിടെ ഗൾഫിൽ അവൻ്റെ ഒപ്പം അല്ലെങ്കിൽ അവൻ്റെ കീഴെ ജോലി ചെയ്യുന്ന മലയാളിയുടെ നാട്ടിലേക്ക് വന്നാൽ അവൻ്റെ കുടുംബത്തോടൊപ്പം നിന്നും അവൻ്റെ സുഹൃത്തുക്കൾ, അവൻ്റെ അളിയൻ, അവൻ്റെ അച്ഛൻ, അമ്മ, അവൻ്റെ നാട്, അവൻ്റെ നാട്ടിലെ പ്രശ്നങ്ങൾ, അവൻ്റെ ഗൾഫിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ അവൻ പരിഹരിച്ചു കൊടുക്കും. നാട്ടിലെ അവനുണ്ടാകുന്ന പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരവസ്ഥ, പരിഹരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതെങ്ങനെയാവും വരിക? അതാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യം, ആയിഷൻ്റെ കൂടെ ഞാൻ സിനിമയിലല്ല അല്ലാതെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ രസകരമായി തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ രാജേഷേട്ടനും VKPയും കൂടി ഒന്നിച്ചപ്പോൾ ഗുലുമാൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതിൻ്റെ കൗണ്ടറുകൾ. ആദ്യം ഞാൻ ചേട്ടനെ കാണുമ്പോൾ ചേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഞാൻ 2-3 ഫംഗ്ഷനുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. കോക്ടെയിൽ ആ സമയത്ത് ഞാൻ സിനിമയിൽ വന്ന സമയത്ത്. പക്ഷെ അപ്പോൾ ഞാൻ രാജേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഭയങ്കര സീരിയസ് ആയിട്ട് മീശയൊക്കെ വെച്ച് ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഒരാൾ. എനിക്ക് അടുക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു, സംസാരിക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ പക്ഷേ അടുത്ത ഇടവഴി കഴിയുമ്പോഴാണ് മനസ്സിലായത്, എപ്പോഴും പ്രത്യേകിച്ച് ചേട്ടനും അരുൺ ഘോഷ്, നിങ്ങൾ തമ്മിൽ സംസാരിക്കണത് ഞാൻ VKPയോട് പറയുകയും ചെയ്തു. ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു സിനിമ ഉണ്ടാക്കാനുള്ള സംഭവമുണ്ട്. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ കെമിസ്ട്രി, അതുപോലെ തന്നെ VKP ആയിട്ടുണ്ട്. ഈ കൗണ്ടറുകൾ അതെന്താണ് ചേട്ടൻ്റെ മൈൻഡിൽ ആ സമയത്ത് ഈ വരുന്നത്? പ്രത്യേകിച്ച് VKPയുടെ കൂടെ വരുമ്പോൾ, ഇപ്പോൾ ഗുലുമാലിൽ വർക്ക് ചെയ്തു, 3 കിങ്സിൽ വർക്ക് ചെയ്തു, പിന്നെ ആണ് നമ്മളൊരു സീരിയസ് ജോണറിൽ, അതിൽ ഞാനും ഒരു പാർട്ടായി സൈലൻസിൽ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹ്യൂമർ എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചേട്ടൻ ആ ഒരു പൾസ് അല്ലെങ്കിൽ ആ ഒരു കൗണ്ടറിൻ്റെ ആ ഒരു പൾസ് എങ്ങനെയാണ്? കൗണ്ടർ എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ഒരു സാധനമാണ്. അപ്പം കൗണ്ടർ ഒരു പക്ഷേ നമ്മൾ എല്ലാവരും പറയാമല്ലോ, ഇപ്പം നമ്മൾ ഈ ഫീൽഡിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ കൂടെ ചെയ്യേണ്ടത് നമ്മൾ ചുറ്റുമുള്ളതിനെ കാണുക, കേൾക്കുക എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ നമ്മളൊരു പബ്ലിക് ഡൊമൈനിൽ, ഒരു പബ്ലിക് പ്ലേസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കൗണ്ടറിൻ്റെ പകുതി എത്തൂല ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ വരുന്നത്. അപ്പോൾ ഇതിൽ പകുതിയും നമ്മുടെ തൊട്ടടുത്ത് നമ്മളൊരു ട്രെയിനിൽ പോകുന്നു, അല്ലെങ്കിൽ ബസ്സിലിരിക്കുമ്പോൾ കോളേജിൽ പഠിക്കുന്നവനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്നവനായിരിക്കാം, ഒരു ബോട്ടിൽ പോവുകയാണെങ്കിൽ അതിൽ ടിക്കറ്റ് കൊടുക്കുന്ന ആൾ, അല്ലെങ്കിൽ എഞ്ചിൻ ഡ്രൈവർ, ഇവർ പറയുന്ന കൗണ്ടറുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ സിനിമയിൽ തന്നെ അതിൽ തന്നെ VKPയുമായിട്ടുള്ള ആ ഒരു VKP എന്ന് പറയുമ്പോൾ ഈ VKP രതീഷിന് നന്നായിട്ട് അറിയാം. VKP എന്ന് പറഞ്ഞാൽ ലൈഫോ ജോലിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഒരു ടെൻഷനും ഇല്ലാണ്ട്, ഒരു പ്രശ്നം, ഇപ്പം ഭയങ്കര ആകാശം ഇടിഞ്ഞ് വീഴുന്നു, 2 മിനിറ്റിൽ വീഴുന്നു പറയുമ്പോഴത്തേക്കും ആ 2 മിനിറ്റിൽ ഒരു ജയചന്ദ്രൻ്റെ പാട്ട് കേട്ടിട്ട് അടിച്ചു പിടിച്ചിട്ട് അത്രയും സമയമുണ്ടല്ല എന്നൊക്കെ പറയണ, അത് വീഴുന്നവരുള്ള സമയമുണ്ടല്ല എന്ന് പറയുന്ന പോലെ ഒരു ട്യൂണൊക്കെ പാടി നടക്കണ ആളാണ്. അപ്പോൾ അതാണ് നമുക്ക് പിന്നെയും VKP സാറിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ ചെയ്യാനുള്ളൊരു ആഗ്രഹം വരുന്നത്, അല്ലെങ്കിൽ ഫ്രീഡം വരുന്നത്. എന്താണ് ലൈഫിനെ എൻജോയ് ചെയ്യുക, ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. അതിപ്പോൾ എനിക്ക് തോന്നുന്നു രതീഷിനും അറിയാൻ പറ്റുമായിരിക്കും. രതീഷിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ ഇങ്ങനത്തെ, കാരണം ഞാൻ എപ്പോഴും VKPയുടെ പറയാറുണ്ട്, ആകാശവാണിക്കാർ പോലും മറന്നുപോയ പാട്ടുകളൊക്കെ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കും പുള്ളി. ഇന്ന് രാവിലെ അതായിരുന്നു, ഏതോ ഒരു പഴയ പാട്ടെടുത്തിട്ട് ഇന്ന് രാവിലെ എന്നെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം സീരിയസ് ആയിട്ട് വേറെ എന്തോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അതിനിടയിൽ ടോപ്പിക് ആൾക്ക് ആവശ്യമുള്ള കാര്യത്തിലേക്ക് ആ ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്തിട്ട്
ഈ കാര്യത്തിലേക്ക് അത്രയും മ്യൂസിക് സെൻസ് ഉള്ള ഒരാളും ഒരു VKP പോലെ ഒരാളുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും രതീഷിനുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു? ഒരു അത്ര എളുപ്പമായിരിക്കില്ല അങ്ങനെ പോലെ, കാരണം അത്രയും പാട്ടിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. അത് VKPയുടെ കൂടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചത് ശരിക്കും ബ്യൂട്ടിഫുളിൻ്റെ സമയത്താണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് VKPയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പ് എനിക്ക് VKP പരിചയം ഉണ്ടെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നത് ബ്യൂട്ടിഫുളിന് വേണ്ടിയിട്ടാണ്. അതിൽ മഴനീർ തുള്ളികൾ എന്ന പാട്ട് കമ്പോസ് ചെയ്തിട്ട് ഫോർട്ട് കൊച്ചിയിൽ ഒരു ഭയങ്കര മഴ വീണ സമയത്ത് ഞാൻ കൊണ്ട് കേൾപ്പിക്കാം. അപ്പോൾ ട്യൂൺ മാത്രമേ ഉള്ളൂ, ഈ പാട്ട് കേൾപ്പിക്കുകയാണ്. ഇങ്ങനെ കേൾപ്പിച്ചപ്പോൾ അനൂപേട്ടനുണ്ട്, ജയേട്ടനുണ്ട്, VKP ഉണ്ട്. ഞാൻ എൻ്റെ വണ്ടിയിലിട്ട് കേൾപ്പിക്കുകയാണ് മഴയത്ത്. കേൾപ്പിക്കുന്ന സമയത്ത് VKP ഉണ്ട്, എന്ത് കൂതറ പാട്ടാണ്, ഒരു വൃത്തിയില്ലാത്ത പാട്ടാണ്, മഴനീർ തുള്ളികളായിട്ട്. അപ്പോൾ അനൂപേട്ടൻ പറഞ്ഞു, നിൽക്ക് VKP വയലൻ്റ് ആകാൻ പറ്റില്ല, പാനിക്കാവില്ലേ, ഒരു സെക്കൻഡ് എടേ നീ ആ ട്യൂണെന്ന് പാടി തന്നെ. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്ന ലെറ്റർ പാഡിൽ പുള്ളി മഴനീർ തുള്ളികൾ എഴുതി. അങ്ങനെയാണ് ഡെഡ്ലി മാൻ. ഒരു സെക്കൻഡിൽ ആളുടെ ക്യാരക്ടർ, അതായത് നല്ലതിനെ അപ്പം തന്നെ അക്സെപ്റ്റ്. അല്ലാണ്ട് VKPക്ക് ഇത് ഞാൻ പറഞ്ഞാണല്ലോ എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലതാണെങ്കിൽ നല്ലത്, പൊട്ടയാണെങ്കിൽ പൊട്ട. അങ്ങനെയാണ് VKPയുടെ ഞാൻ കമ്പനി ആവുന്നത്. പക്ഷേ ആ സമയത്ത് എനിക്കറിയില്ല VKPയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ റീ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് തൃശ്ശൂരിലിരിക്കുമ്പോൾ VKP വന്നിട്ട് എന്നെ വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, ഒരു ഡോങ്കിളുണ്ട്, എടേ നീ ആ ചേട്ടൻ്റെ പാട്ടെടുത്ത്. അപ്പം ഞാൻ എൻ്റെ മനസ്സ് മൊത്തം സിനിമയിലായിട്ട് എനിക്ക് വേറൊരു എൻ്റെ വീട്ടിലെ കാര്യം പോലും സംസാരിക്കണം എനിക്ക് ഇഷ്ടമല്ല സമയത്ത്. കാരണം മനസ്സ് മൊത്തം ആ സിനിമയെക്കുറിച്ച് മാത്രം തിങ്ക് ചെയ്യുന്ന ഒരു സമയത്ത് VKP വന്നിട്ട് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ. എന്നിട്ട് പിറ്റേ ദിവസം പറയാം, നാളെ ജയരാജ് വരെ വിളിക്കാം, അവനാകുമ്പോൾ ജയേട്ടൻ്റെ കുറച്ചും കൂടി പാട്ടുകൾ അറിയാമെന്ന്. ജയേട്ടൻ്റെ പാട്ടുകൾ കേട്ടിട്ട് റീ റെക്കോർഡിങ് ചെയ്യുന്ന ഞാനിരിക്കുന്ന റൂമിൽ വന്നിരുന്ന് ജയേട്ടൻ്റെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് നാളെ ജയരാജ് വരെ വിളിക്കാം. ഞാൻ ദൈവം ഈ മനുഷ്യൻ എന്റെ പാർക്കാൻ അനുവദിക്കില്ല. ജയേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ഈ മരുഭൂമിയിലെ ആനയില് ജയേട്ടൻ, VKP, രതീഷ്, നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ അതായത് ബ്യൂട്ടിഫുൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജയേട്ടനിലേക്ക് അങ്ങ് അഡിക്റ്റായി. ഒരു മയക്കുമരുന്നിന് അടിമയാക്കണ പോലെ VKP എന്നെ അടിമയാക്കി. അതിനുശേഷം പോപ്പിൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പോപ്പിൻസിൻ്റെ വർക്ക് VKP ചെയ്യുമ്പോൾ പറഞ്ഞു നമുക്ക് ജയേട്ടനോട്ടൊരു പാട്ട് പാടിക്കണം തോന്നുന്നു. അങ്ങനെ ജയേട്ടനെ പാടിക്കും. ഞാൻ ആദ്യമായിട്ട് ജയേട്ടനായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നീട് ഞാൻ ആ ഒരു ലെജൻഡിൻ്റെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഡൗൺ ടു എർത്ത് ആകണം എന്നുള്ളത് എവറി ടൈം മനസ്സിലാകണം ജയേട്ടനെ പോലെ ഒരാളെ കാണുമ്പോൾ. അതിനുശേഷം പിന്നീട് നമ്മുടെ തന്നെ സൈലൻസിൽ പാടിക്കാമെന്ന് പറഞ്ഞു, ജയേട്ടനെ കൊണ്ട് പാടിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആ ട്രാക്ക് പാടിയ പയ്യൻ്റെ പാട്ട് കേട്ടിട്ട് ജയേട്ടൻ പറഞ്ഞു ഇത് ആ പയ്യൻ പാടട്ടെ എന്നാണ്, അവന് അവസരം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഈ അവസരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ പാട്ട് പാടുന്ന സമയത്ത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം VKPയുടെ ആരാധന കണ്ടിട്ട്, ജയേട്ടനുള്ള ആരാധന കണ്ടിട്ട് ഞാൻ മ്യൂസിക് ചെയ്യുമ്പോൾ, VKPയുടെ പടത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മ്യൂസിക് ചെയ്യുമ്പോൾ ജയേട്ടൻ്റെ ഏറ്റവും നല്ല പാട്ടുകൾ VKPയുടെ സിനിമകളിലൂടെ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. അതിൻ്റെ ഒരു എൻഡാണ് നമ്മൾ ഈ മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന കാലത്തേക്ക് എത്തുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ VKP, നമ്മളൊന്നിച്ചൊരു സിനിമ, അതിൽ ജയേട്ടൻ്റെ പാട്ട്, ആ പാട്ട് നന്നായി വന്നു, അതും ഒരു നൊസ്റ്റാൾജിയ സൂക്ഷിക്കുന്ന പോലെ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പിന്നീട് ഞാൻ ഓരോ കാലഘട്ടങ്ങളിലും VKPയോട് കൂടുതൽ അടുക്കുകയും ഇന്നിപ്പോൾ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള, അല്ലെങ്കിൽ എനിക്കൊരു ഗുരുസ്ഥാനീയനായിട്ടാണ് ഞാൻ VKPനെ എപ്പോഴും കാണുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് VKPനെ. അതാണ് അതിനകത്ത് എനിക്ക് VKP എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല. ആദ്യമൊക്കെ അത് ഒരു ഇതായിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ VKP എന്താണെന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആണ്. ആദ്യമൊക്കെ എന്തായിരുന്നു? ആദ്യം ഭയങ്കര പ്രശ്നമല്ലേ, പാനിക്കായിട്ട് വന്നിട്ട് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാണ്ട് വയലൻ്റ് ഇത് എന്ത് തുടർ ചെയ്യുന്നത്, കീബോർഡ് തുടരുത്, സ്റ്റുഡിയോ വന്നിരുന്നിട്ട് കീബോർഡിൽ തുടരുത്, സിസ്റ്റം അവിടേക്ക് എന്നിട്ട് VKP ഇങ്ങനെ ഇരിക്കും, സാർ ഇത് വർക്ക് തൊടാൻ പറ്റില്ല, നമ്മളെ ചെയ്യിപ്പിക്കില്ല, പുള്ളി ഇങ്ങനെ വയലൻ്റായിട്ടിരിക്കും. പക്ഷെ അതൊക്കെ അങ്ങനെയൊക്കെ ഒരു രസകരമായിരുന്നു. പക്ഷെ പിന്നീട് നമ്മളങ്ങ് അടുത്ത് ബിജുവേട്ടൻ സിനിമയ്ക്ക് പാട്ട് ചെയ്യുന്നത് അതെ ആദ്യമായിട്ടാണ്. അല്ല, ബിജുവേട്ടൻ വർക്ക് ചെയ്ത്, അതായത് ബിജുവേട്ടൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ ഇപ്പം റൺ ബേബി റണ്ണിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും, പക്ഷേ ബിജുവേട്ടൻ ഹീറോ ആയിട്ട് സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്ന സിനിമയ്ക്ക് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അതൊരു മരുഭൂമിയിലാന, അതിനോടൊപ്പം തന്നെ സ്വർണ്ണക്കടുവ എന്ന് പറഞ്ഞ സിനിമയ്ക്കും കൂടി, രണ്ട് ബിജുവേട്ടൻ്റെ സിനിമകളും കൂടി എനിക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതും അരുൺ ചേട്ടൻ പറഞ്ഞു, VKP പറഞ്ഞു, രാജേഷേട്ടൻ പറഞ്ഞു, എല്ലാവരും കൂടിയിട്ടൊരു നമ്മൾ അവിടെ ഇരുന്നതും ലൈറ്റ് ഹോട്ടലിലിരുന്നതും ഭയങ്കര രസകരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് ഞാൻ രാജേഷേട്ടനെ കാണാൻ വേണ്ടി കൊച്ചിയിലേക്ക് വന്നു, സിറ്റുവേഷൻ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിജുവേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു തൃശ്ശൂരിലാണെങ്കിൽ പോലും ബിജുവേട്ടനായിട്ട് അങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല. അതും കൂടെ ഈ സിനിമയിലാണ് ശരിക്കും കിട്ടുന്നത്. പിന്നെയാണ് നമുക്ക് ഹരിനാരായണൻ ലിറിക്സ്. അത് എനിക്ക് തോന്നുന്നു അരുൺ ചേട്ടനെ പറഞ്ഞു തന്നോ ഹരിനാരായണനെ ലിറിക്സ് ചെയ്യിക്കാന്നല്ലേ. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ടോട്ടൽ 5 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് മനസ്സിലാക്കി എടുത്ത് സാധനം തന്നു എന്നുള്ളതാണ്. അതൊരു ഭയങ്കര ഒരു രസകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. 2 പാട്ടിലും
പിന്നെ എനിക്ക് എന്നോട് നേരത്തെ ഒരാൾ ചോദിച്ചു ഇതെങ്ങനെയാണ് ഈ അറബിക് പോർഷൻസ് വന്നതെന്ന്. ഞാൻ പറഞ്ഞത് എൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല, അത് രാജേഷ് ചേട്ടനാണ് ആ പറഞ്ഞത്. നമ്മളൊരു പൂരത്തിൻ്റെ ഫീലിലാണ് ഈ പാട്ട് ചെയ്തത്. അതിൻ്റെ ഉള്ളിലൂടെ അറബീനെ കടത്തി വിടണം, പൂരത്തിനുള്ളിലൂടെ ഒരു അറബി കൂടി പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ വോയിസിൽ നമ്മൾ മാഫി ഫിലൂസ് മാഫി മുഷ്കിൽ